ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വരാന്തയാണ്. വെർട്ടിക്കലായിട്ട് നമ്മുടെ HP ബ്രിക്സ് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ക്ലേ ജാളി മുകളിൽ വെച്ചിട്ടുള്ളത് കണ്ടിട്ട്. നമ്മുടെ കൂടെ ഈ വീടിന്റെ ഓണർ കൃഷ്ണദാസ് സാർ ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീടിന്റെ എക്സ്പീരിയൻസ്, ഇതിന്റെ വർക്ക് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാം. സാർ നമസ്കാരം. നമസ്കാരം. റിട്ടയർഡ് ആണ് അല്ലേ? അതെ. അദ്ദേഹം ഭാരത് ബെൻസിന്റെ സീനിയർ മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്നു. ഇപ്പോൾ കുറേ വർഷമായിട്ട് ആ ഫീൽഡിലായിരുന്നു അല്ലേ? ഞാൻ ഏകദേശം 38ഓളം വർഷമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മാത്രം സ്റ്റക്കപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ അവസാനത്തെ കമ്പനിയായിരുന്നു ഡൈംലർ ഇന്ത്യ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഭാരത് ബെൻസിൻ്റെ ഇന്ത്യയിലെ മാനുഫാക്ചർ. ഞാൻ അവിടെ നിന്നാണ് 3 വർഷം മുമ്പ്, 3 വർഷം ആയിട്ടില്ല, 2.5 വർഷം മുമ്പ് റിട്ടയറായി തിരിച്ച് സ്വന്തം തട്ടകത്തിലേക്ക് എത്തി. അപ്പൊ നമുക്ക് വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ബേസിക്കലി എല്ലാ വിശേഷങ്ങളും നമുക്ക് അറിയണം, പക്ഷെ ബ്രിക്സ് ആണ് ഞങ്ങൾ കൂടുതൽ നമ്മളുടെ പ്രേക്ഷകർക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഈ ബ്രിക്കിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീട് എൻ്റെ സ്റ്റാർട്ടിങ് കൺസെപ്റ്റ് മുതൽ ഞാൻ ഇതിൽ ഇൻവോൾവ് ആണ്. പക്ഷേ എനിക്ക് ഈ കോസ്റ്റ് ഫോർഡുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഇതുമൊക്കെ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അവരുടെ ഒരു കൺസെപ്റ്റിനോടും ചിലവ് കുറഞ്ഞ വീടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അതാണ് എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ കോസ്റ്റ് ഫോർഡിൻ്റെ എഞ്ചിനീയർമാരായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അവർ എന്നോട് വെട്ടുകല്ല് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് പറഞ്ഞത്. അപ്പോൾ കോസ്റ്റ് ഫോർഡ് പണിതിട്ടുള്ള പല വീടുകളും ചെന്ന് കാണുകയും ഈ മിക്കവാറും എല്ലാം ഇതിൻ്റെ അന്നത്തെ പ്രാധാന്യമായിരുന്ന, ഇപ്പം അദ്ദേഹം കോസ്റ്റ് ഫോർഡിൽ ഇല്ലയെന്ന് തോന്നുന്നു, മിസ്റ്റർ ശാന്തിലാൽ, അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള കുറേ വീടുകൾ നേരിട്ട് കാണാനൊക്കെ ഉള്ള അവസരം ഉണ്ടായി. വെട്ടുകല്ലിൽ എനിക്കല്ല, എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ, ഈ സാധനത്തിൽ ഭയങ്കരമായിട്ട് വേട്ടാവെളിയൻ കൂടി കിട്ടും. അപ്പോൾ കാണാനൊക്കെ ഭംഗിയാണ്, ബാക്കി എല്ലാം കൊണ്ടും വെട്ടുകല്ല് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോയത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ചിലവ് കുറഞ്ഞ വീട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വെട്ടുകല്ല് ഒരു ക്ലൈമറ്റ് കൺട്രോൾ എന്നുള്ള നിലയിൽ വെട്ടുകല്ല് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല വെട്ടുകല്ല് എന്ന് പറയുന്ന സാധനം ഇരിങ്ങാലക്കുട, കോട്ടയം, തൃശ്ശൂർ ജില്ലയിൽ തൊട്ടടുത്ത് എവിടെയും കിട്ടാനില്ലാത്തൊരു സാധനമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റമായിട്ടുള്ള കണ്ണൂരോ കാസർഗോഡോ ഒന്ന് വേണം നല്ല വെട്ടുകല്ല് വരണമെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഇതൊക്കെ നോക്കുമ്പോൾ, എന്ന് മാത്രമല്ല ഈ കല്ലുകൾ നല്ല ഹെവിയാണ്. അപ്പോൾ ഒരു വർക്കറെ സംബന്ധിച്ചിടത്തോളം വെട്ടുകല്ലുകൊണ്ടുള്ള പണി അതും 2 നിലയിലുള്ള ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 1. 2, തീർച്ചയായിട്ടും അത് നമ്മളുടെ ടോട്ടൽ ലേബർ കോസ്റ്റിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവരായിട്ട് കോസ്റ്റ്ഫോർഡായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് അവരാണ് എനിക്ക് സത്യം പറഞ്ഞ് ആദ്യമായിട്ട് പോറോത്തം എന്നും പറഞ്ഞിട്ടുള്ള ഒരു ബ്രിക്കിനെ കുറിച്ച് പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ആദ്യം മുതലുള്ള ഒരു മറ്റേ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻഡസ്ട്രിയിലുള്ള എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണ് പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ വളരെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരാളാണ്. അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച്, അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ഈ പോറോത്തമ്മിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. നേരെ ആദ്യം തന്നെ ചെയ്തത് ഇവിടെയുള്ള ലോക്കൽ ഡീലർഷിപ്പ് ആരാണെന്നൊന്നും എനിക്കറിയില്ല. നേരെ കമ്പനിയിലെ വെബ്സൈറ്റിൽ ചെന്നു, സംസാരിച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള ഗൈഡൻസ് വെച്ചിട്ടാണ് എനിക്ക് ഇവ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടിയത്. നിങ്ങളുടെ ഇവിടെ നിന്നുള്ള അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിന് പുറമെ ഞാൻ വളരെയധികം ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് അൺനോണായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇതെടുക്കുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ പോലും പലതും എനിക്ക് അൺനോണാണ്. കഴിഞ്ഞ ഒരു മെയ്യിൽ മറ്റോ എന്ന് പറഞ്ഞാൽ വീട് പണി നടക്കുന്ന സമയത്ത്
അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കോൺഫിഡൻസ് കൂടുതലായത്. ഒന്ന്, ഞാൻ വിചാരിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ബ്രിക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട്. അപ്പം തന്നെ മനസ്സിലായി എനിക്ക് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ലേബർ കോസ്റ്റിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും, വർക്ക് അതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. എന്ന് മാത്രമല്ല, ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. അന്ന് ഇവിടെ വന്നിട്ട് അന്ന് ഇതിന് വിൻഡോസോ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, വിൻഡോസും ഡോർസും ഒന്നുമില്ല. ആ സമയത്ത് തന്നെ പുറത്തുള്ള ടെമ്പറേച്ചർ, ആംബിയൻ ടെമ്പറേച്ചറും അകത്തെ ആംബിയൻ ടെമ്പറേച്ചറും മെഷർ ചെയ്ത് കണ്ടപ്പോൾ ഏകദേശം 6 ഡിഗ്രിയുടെ ഡിഫറൻസ് കണ്ടു. അതായത് ഡോർസും വിൻഡോസും ഒന്നും ഇല്ലാതെ കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സംഭവം ഈ ഒരു കാര്യത്തിലെങ്കിലും എനിക്ക് ഇതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്ന് മാത്രമല്ല, എൻ്റെ വീട് പണി സമയത്തും ഒരു യാതൊരു സംശയവുമില്ല, എൻ്റെ എല്ലാ ഇവിടെയുള്ള പണിക്കാർ മുകളിൽ കോൺക്രീറ്റിങ് കഴിഞ്ഞ ഉടനെ എല്ലാവരും ഇതിനകത്താണ് കിടപ്പത്. ഉച്ചക്കുള്ള ഒരു മണിക്കൂർ നല്ല സുഖമായിട്ട് അവർ റെസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ 2025 ഫെബ്രുവരി 23 ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വീട്ടിൽ. ഒരു കാര്യം കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, അകത്ത് വളരെ സുഖകരമായ ജീവിതമാണ്. പുറത്തൊക്കെ ഇറങ്ങാൻ തോന്നില്ല, ഇതാണ് വാസ്തവം. ഇപ്പോൾ ഇവിടെ പോലും നമുക്ക് അങ്ങോട്ട് ആ വെയിലത്തൊക്കെ ഇറങ്ങാൻ മടിയാണ്, കാരണം അത്രയും സുഖമാണ് ഉള്ളിൽ. ഉള്ളിൽ സ്ഥിരമായിട്ടിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല, അതാണ് ആ ഒരു ഡിഫറൻസ്. പുറത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ബന്ധുക്കളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ആരായിക്കോട്ടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറയും നല്ല തണുപ്പാണ് കേട്ടോ എന്നാണ്. ഒട്ടും ചൂടില്ല എന്നല്ല പറയണേ, നല്ല തണുപ്പാണ് കേട്ടോ എന്നാണ് പറയണേ. അത്രയും ആ ഒരു കൺസെപ്റ്റിൽ വളരെ ഹാപ്പിയാണ് ഞാൻ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അതായത് വളരെ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു ലുക്ക്, അത് തരാൻ ഈ ബ്രിക്കിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതാണ് ബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ പോറോത്തോം ബ്രിക്ക് ചൂസ് ചെയ്യുന്നതിന് മുൻപ് വെട്ടുകല്ലായിട്ടുള്ള കമ്പാരിസൺ ചെയ്തത് പറഞ്ഞല്ലോ, അതുപോലെ ഇപ്പോൾ റെഡ് ബ്രിക്ക് ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ഏറ്റവും ആദ്യം കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ വെട്ടുകല്ല് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് തന്നെ. ഓക്കെ, അതിൻ്റെ കോസ്റ്റൊക്കെ ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ട്രക്കിൽ എനിക്ക് ആവശ്യമുള്ള കല്ല് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 93 രൂപ വരും. ഓക്കെ, ഈ 93 രൂപയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കല്ല് താഴേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ 15 രൂപ കൊടുക്കണം. അപ്പോൾ 93ഉം 15ഉം എത്രയായി? 118 രൂപ. ഓക്കെ, ഞാൻ ഇതിന് മെൻ്റലി ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ വെട്ടുകല്ല് ഇത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഭാര്യയുടെ ആ ഒരു റെസിസ്റ്റൻസ് കാരണം അത് കംപ്ലീറ്റ്ലി റൂൾഡ് ഔട്ടായി. ഓക്കെ, അതിനോടൊപ്പം തന്നെയാണ് ഈ പോറോത്തമ്മൻ്റെ വെയ്നർബർഗറിൻ്റെ പോറോത്തം ബ്രിക്സിനെ കുറിച്ച് മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കിട്ടിയത് തന്നെ അന്ന്, ഇന്നെന്താണ് കോസ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അന്ന് എനിക്ക് കിട്ടിയ കോസ്റ്റ് 95 രൂപയാണ് ഒരു ബ്രിക്കിന്. പ്ലസ് എനിക്ക് ആ സാധനം ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ട് അവർ 6 രൂപയാണ് എനിക്ക് ചാർജ് ചെയ്തിട്ടുള്ളത്. 95, 6, 101. അപ്പോൾ എങ്ങനെ പോവുകയാണെങ്കിലും എനിക്ക് അന്ന് റെഡ് ബ്രിക്ക് ഉപയോഗിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർ ബ്രിക്ക് കോസ്റ്റ് തന്നെ അതിനേക്കാൾ കൂടുമായിരുന്നു. ഇനി ഒന്ന് അത്. 2, നമ്പർ ഓഫ് ബ്രിക്സ് എനിക്ക് മറ്റേ റെഡ് ബ്രിക്കിൽ വേണ്ടതിനേക്കാൾ കുറവ് മതി പോറോത്തം ബ്രിക്ക്, കാരണം ഇതിൻ്റെ സൈസും ഉണ്ട്. അപ്പോൾ ആ 2 ഇതിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ വീട് ഞാൻ റെഡ് ബ്രിക്ക് വെട്ടുകല്ല് വെച്ച് ചെയ്ത് ഇതേപോലെ തന്നെ ചെയ്തെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കോസ്റ്റ് കൂടിയാണ് എന്നാണ് ഒരു ഇത്. പിന്നെ ഈ പറഞ്ഞ വേട്ടാവെളിയൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം അവോയ്ഡ് ചെയ്തതെന്നുള്ളത് ഞാൻ മറച്ചു വെക്കുന്നില്ല കേട്ടോ, അതും കൂടെയുണ്ട്. പക്ഷേ പിന്തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ റീകാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ചിലവാക്കിയ കോസ്റ്റ്
റെഡ് ബ്രിക്കിൻ്റെ ഇതേപോലെയുള്ള ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നില്ല. ഇതാണ് അതിൻ്റെ ഒരു മറ്റൊരു ബ്രിക്കും, അതായത് സിമെൻറ്റ് ബ്ലോക്സ് ഒന്നും ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്തിട്ട് തന്നെ ഇല്ല. കാരണം എൻ്റെ ബേസിക് കൺസെപ്റ്റ് തന്നെ സിമെൻറ്റിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കുക എന്നുള്ള ആയതുകൊണ്ട് സിമെൻറ്റ് ബ്ലോക്സിനെ കുറിച്ചും AAC ബ്ലോക്സിനെ കുറിച്ചും ഒന്നും ഞാൻ ആലോചിക്കാൻ പോലും ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ടോട്ടലി റൂൾഡ് ഔട്ടാണ്. അവിടെ ഈ വെട്ടുകല്ലും പുറത്തും മാത്രമേ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ട് തന്നെയുള്ളൂ. അപ്പോൾ നമ്മളുടെ ചാനലിൽ കൂടുതൽ പേരും പോറോത്തും ബ്രിക്സ് അവരുടെ വീട് പണിക്ക് കൺസിഡർ ചെയ്തിട്ടുള്ള ആരാണ്, വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്ന ആരാണ്? അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്തായിരിക്കും പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ പോറോത്തം ബ്രിക്ക് എന്നുള്ള സാധനം റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇതിനകത്ത് എനിക്ക് കിട്ടുന്ന ആ ഒരു ക്ലൈമറ്റ് അഡ്വാൻറ്റേജ് അത് അതിഗംഭീരമാണ്. 2, എനിക്ക് ഉദ്ദേശിച്ച ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, അതായത് വളരെ ഈ പഴമയുടെ ഒട്ടും ചെത്തിത്തേപ്പൊന്നും ഇല്ലാത്ത ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് വേണം എന്നുള്ളതുകൊണ്ട് അതും എനിക്ക് ഫുൾഫില്ലായിട്ടുണ്ട്. ഇതിൻ്റെ മറ്റ് പല അഡ്വാൻറ്റേജസ് ഉണ്ടാകാം, പക്ഷേ എൻ്റെ അതൊന്നും ഉദ്ദേശമായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. ഈ 2 കാരണങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും പോറോത്തമിൻ്റെ പ്രോഡക്ട്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. 1. 2, ഞാൻ മനസ്സിലാക്കിയത് ഇനിയും കണ്ടമാനം പ്രോഡക്റ്റ് റേഞ്ചസ് ഉണ്ട്. മറ്റ് ടേസ്റ്റുകൾ ഉള്ള ആൾക്കാർ, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ലൈനുകളുള്ള ബ്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പ്ലെയിൻ ബ്രിക്സാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് പോറോത്തമ്മിന്, അതും കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ടെക്നിക്കൽ ടീം കസ്റ്റമേഴ്സിന് അവരുടെ കറക്റ്റ് ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് ഒരു നല്ല വാല്യൂ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറയാം. വാല്യൂ ഫോർ മണി എന്നല്ല ഞാൻ പറയുന്നത്, വാല്യൂ ഫോർ മണി വേറെ. ടോട്ടൽ വാല്യൂ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ തന്നെയാണ് കഴിഞ്ഞ 1 വർഷത്തെ ഇതിനകത്തുള്ള താമസത്തിൻ്റെ ബേസിസിലെങ്കിലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ സർ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തതിന് താങ്ക് യു. ഈ വീട്ടിൽ നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.